സകല നാമത്തിനും മേലായ നാമേ അഭാങ്ങെ സ്തുതിക്കുന്നേമേ. എന്റെ നാമം മഹത്വമായ, നിന്റെ നാമം ബലത്തിൽ വലിയ ദൈവമേ. നിന്റെ നാമം വിശ്വസ്തനേക്ക് സ്ഥിരവുമാകും ദൈവമേ. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നേമേ. എന്റെ നാമം മനോഹരം ദൈവമേ. എന്റെ നാമം ഉന്നതമായിരിക്കും ദൈവമേ. എന്റെ നാമം ഇമ്മാനുവൽ ആകുന്നു. കുടാല സന്ദരേ നിന്റെ നാമം മഹത്വമുള്ളത് അഭാങ്ങെ സ്തുതിക്കുന്നതാരെ. വി പ്രൈസ് യു. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഓ റീബാലാബ ശകരലബ റീബാലാബ സ്യാന്തരേ റിക്കോ റാസ്യാന്തര. അങ്ങ് പവിത്ര നിർദോഷ നിർമ്മലൻ ദൈവമേ. നീ ഉന്നതൻ ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനുമാകുന്നു ദൈവമേ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനുമാകുന്നു. ഹല്ലേലൂയ. അപ്പാ പിതാവേ, നമുക്ക് എല്ലാവർക്കുമുള്ള പിതാവേ, രഹസ്യത്തിലുള്ള പിതാവേ, സർവാശ്വാസം നൽകുന്നവനും മനസ്സലിവുള്ള പിതാവേ, അപ്പാ അടിയനങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അപ്പാ, സ്തോത്രം ചെയ്യുന്നു. റീബാല സിഖലബ സമാധാനത്തിന്റെ കർത്താവേ, നിത്യജീവൻ തന്നെ കർത്താവേ, കർത്താതി കർത്താവേ, അപ്പാ അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓ റീബാല സ്യാന്തര റബീഷേകോ റസിഖലബ റീബാല സ്യാന്തരേ റീബാരോ സ്യാന്തര ബഖറബറെസേകോ റസ്യാന്തരബ റീബാര സ്യാന്തരേ. ഹിമത്തോട് ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നവനും മഴയോട് വമ്പിച്ച പെരുമഴയോട് കൽപ്പിക്കുന്നവനായ ദൈവമേ, മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന ദൈവമേ, ആ പാടികൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റീബാല ശാന്തര. Daddy, give us a fresh encounters today, Daddy. Let your Holy Spirit control this meeting, Daddy. Ribara siakaraba kala siandaraba ribara siandare riboro siandare biko rasiandaraba ribala siandara. Fill us with your fresh anointment this night, Daddy. Oh ribala shandra. ഇന്നത്തെ മീറ്റിംഗ് അപ്പന്റെ ത്രിപാദി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു Daddy. ഓ റികാല ബികറാ സിയാന്തര. കടന്നു വരുവാനുള്ള എല്ലാവരെയും Daddy ഹാലബശാന്തര. Let them join soon, Daddy. റീബാല ശാന്തര ബികറാ സിയ. പരിശുദ്ധാത്മാവ് വലിയവ ഇന്ന് രാത്രി ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. O Rimala Shikoras in the wilderness and our darkest valleys, Daddy, you are our shepherd, Father. Rikalaba പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടതകളിലും വേദനകളുടെയും നടുവിൽ ഭാരപ്പെട്ട് കടന്നു വരുന്നവർ കർത്താവേ, ഇന്ന് ആശ്വാസം പ്രാപിച്ച് ഡെലിവറൻസ് പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുവാൻ സ്വർഗ്ഗവിടിയാക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. Oh, Rikala Bisiandara Labeshendara, transform us, Daddy, when we hear the word of God. Help us to move. Oh, let us to be more like you, Daddy. Holy Spirit, help us to move. Hallelujah. More like Jesus. Make us more like Jesus. Give us your strength and grace that is needed. Alabashandara. Even in our weakness, Father, Lord Jesus. Oh, Ribala, you are our strength, Daddy. Rikala, we have nothing to boast in. Everything we do, in everything we think, Daddy. Rikala, you take control of us, Daddy. Halabashandara. കേൾക്കുന്ന വചനം നമ്മുടെ സ്പിരിറ്റിൽ കയറണമേ കർത്താവേ. റീബാല ശാന്തരാരവ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 100 മേനി ഫലം കൊണ്ടുവരണമേന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന രാത്രി ശുശ്രൂഷിക്കുന്ന ദേവദാസനെ തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശക്തിയോടെ വചന ശുശ്രൂഷിക്കാൻ ഞങ്ങളുടെ ദാസനെ സഹായിക്കണമേ. ദാസനെയും കുടുംബത്തെയും ആ മിനിസ്ട്രിയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. റീബാല സന്ദര റീബരവശന്തരെ. പരിശുദ്ധാത്മാവ് കർത്താവെ ഇന്ന് പാടുന്ന സിസ്റ്ററിനെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശക്തിയോടെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ദാസിയെ സഹായിക്കണമേ. കഴിഞ്ഞ ആഴ്ച ശക്തിയോടെ വചന ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസിയെ ശക്തീകരിച്ചല്ലോ. ഇന്ന് രാത്രി കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ സ്തുതിച്ച് പാടി ആരാധിക്കുമ്പോൾ കർത്താവിന്റെ വലിയ സാന്നിധ്യം അങ്ങയുടെ ദാസിയുടെ മേൽ പകരുമാറാകണമേ. എളിയവളെ ശക്തിയോടെ വചനം ഘോഷിപ്പാൻ കൃപ ചെയ്യണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് എല്ലാവരെയും കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ റീബാല ശാന്തര. ഞങ്ങളുടെ എല്ലാ ഡിവൈസസ്, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ച് സ്തോത്രം. കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കണമേ. റീബാല ശാന്തര മീറ്റിംഗ് കയറുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. എല്ലാ മഹത്വം ഈശ്വരൻ എടുത്താട്ടെ. പ്രാർത്ഥനയെ ആചരിപ്പിച്ച് സ്തോത്രം. സാല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ ആദ്യ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ലിസി സിസ്റ്റർ പാടി ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പാട്ട് പാടിയാൽ മതിയേ, ബിക്കോസ് നമുക്ക് അത്രയ്ക്ക് സമയമില്ലാതാ. ഓക്കെ.
കണ്ടിന്യൂ. ഓക്കെ, പ്രൈസ് ലോർഡ്. എന്നെ അറിയാം, എന്നെ നടത്താം, എല്ലാ നാളിലും യാഗനിക്കുണ്ട്. എന്നെ അറിയാം, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഗനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഗനിക്കുണ്ട്. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിടും നിന്നെ നാഥനെന്നെന്നും. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിടും നിന്നെ നാഥനെന്നെന്നും. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. കൂട്ടം വിട്ടു പോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഗനിക്കുണ്ട്. കൂട്ടം വിട്ടു പോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഗനിക്കുണ്ട്. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഗനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഗനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നടത്താൻ ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നടത്താൻ ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ. നമുക്കൊരു വചനം ധ്യാനിക്കാം. അപ്പോഴേക്കും എല്ലാവരും കയറുമെന്ന് വിചാരിക്കണോ? ഹല്ലേലൂയ. ആരെ ഇതുവരെ കണ്ടില്ല, എന്നാന്ന് അറിയത്തില്ല. ബിക്കോസ് എല്ലാവരും കയറും. കുറച്ച് കഴിയുമ്പോൾ 8:15 കഴിയും. ഓക്കെ, നമുക്ക് വേഗം വചനത്തിലേക്ക് കിടക്കാം. കാര്യം 8:30 ദേവദാസിന് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 10 വേഴ്സ് 1 and 2. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശം എടുത്ത്
അതിൽ തീയിട്ടു, അതിന്മേൽ ധൂപവർഗവും. ഹല്ലേലൂയ. റികാരാബിസ്യാന്തര ഒബിഷേകാരാബാസ്യാന്തരാബ റികാരാസ്യാന്തരേ റീബാരാസ്യാന്തര റീബാരാലശാന്തര. തീയിട്ടു, അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. 1 പത്രോസ് 4:17. ഹല്ലേലൂയ. റീബാരാസ്യാന്തര റീകാരാസ്യാന്തരോ ബിഷേകേരേസ്യാന്തര റീബാരാലശാന്തര. 1 പത്രോസ് 4:17. ഹല്ലേലൂയ. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അതിൽ നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചില കാര്യങ്ങൾ നമ്മളുടെ ഈ വേദഭാഗത്തിൽ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ആരോന്റെ പുത്രന്മാർ നാദാബും അഹീബും. ഹല്ലേലൂയ. അവർ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വാർണിംഗ് ആണ്. ഹല്ലേലൂയ. They were washed, they were clothed, they were anointed. Hallelujah. And they were consecrated for God's service. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് അവർ. ഹല്ലേലൂയ. റികാലബശന്തര. നമ്മൾ ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 35 വരെ നമ്മൾ വായിക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, റീബാരാസ്യാന്തര, നിങ്ങളുടെ കരപൂരണ ദിവസങ്ങൾ തികയോളം നിങ്ങൾ 7 ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. 7 ദിവസം അവൻ നിങ്ങൾക്ക് കരപൂരണം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഇന്ന് ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടതിന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മരിക്കാതിരിപ്പാൻ 7 ദിവസവും രാവും പകലും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം. ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർ, ഹല്ലേലൂയ, ആ ഒരു ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ദേ വിറ്റ്നസ്, അവർ ദൈവത്തിൻ്റെ ഗ്ലോറി കണ്ടു. ഹല്ലേലൂയ. ആൻഡ് ഓഫേർഡ് എല്ലാ കൈൻഡ് ഓഫ് സാക്രിഫൈസസും അവർ കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള ജീവിതം, ലൈഫ് ഇൻ ക്രൈസ്റ്റ് ഈസ് എ ലൈഫ് ഓഫ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ മഹത്വത്തിലായിരിക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കോൺസിക്വൻസസ് നമുക്ക് ജയിക്കാൻ കഴിയും. ഉദാര ശന്തര റീബാല ശന്തര റിക്കോ റസ്യാന്തര. നമുക്കറിയാം, ഇവിടെ ദീസ് സൺസ് ദേ ഓഫേർഡ് അൺഓതറൈസ്ഡ് ഫയർ ബിഫോർ ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹിതമല്ലാത്ത അഗ്നി കത്തിച്ചാൽ, ഹല്ലേലൂയ, ന്യായവിധി വീഴും. ഹല്ലേലൂയ. റീബാല ശന്തര റിക്കാർ അബസന്തരെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരു സ്തോത്രം പറഞ്ഞാലും അത് ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടുള്ള അഗാധമായ സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു സ്തോത്രം അല്ലെങ്കിൽ ഒരു പാട്ട്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. റികാലബശന്തര റീബാരാസ്യാന്തര. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, in Christ you live in the dispensation of God's grace and are protected from God's wrath. നമ്മൾ ക്രിസ്തുവിൻ്റെ പുറത്താണെങ്കിൽ നമ്മൾ എപ്പോഴും ശത്രുവിൻ്റെ ഒരു എന്താ പറയുക അറ്റാക്കിൽ നമ്മൾ റെഡിയായിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിൽ നമ്മൾ എപ്പോഴും ആയിരിക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളത് ഗലേഷ്യൻസ് 5:16 നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, റികാബാബാരാസ്യാന്തര, ആ വചനം ഞാനൊന്ന് എടുത്തോട്ടെ. ഗലേഷ്യൻസ് 5:16, ഹല്ലേലൂയ, റീബാരാസ്യാന്തര. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാം, കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആ പഴയ ജീവിതം തീർന്നു. ആക്ച്വലി കർത്താവ് പുതിയ നിയമം നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാവ് പറയുന്നതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഫ്ലഷ് പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ശത്രുവിൻ്റെ അറ്റാക്ക് നമുക്കുണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. പൗലോസ്, ഹല്ലേലൂയ. ലൈഫ് ഇൻ ദ ഫ്ലഷ് ഓപ്പൺസ് ദ ഡോർ ടു ഓൾ കൈൻഡ്സ് ഓഫ്, നമ്മൾ എന്താ പറയുക, ഡാർക്ക് പവേഴ്സിൻ്റെ അറ്റാക്കിനെ നമ്മൾ
ആയിപ്പോവും. നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുറത്ത് പോയാൽ. അത് റോമാലേഖനം നമ്മൾ എട്ടാം അധ്യായം നമുക്കറിയാം. റോമാലേഖനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റോമൻസ് 8. ഒരുപാട് ആത്മീയ ആഴങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് റോമൻസ് 8. റോമൻസ് 8ൻ്റെ 6 പറയുന്ന ഒരു കാര്യമുണ്ട്. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും അത്രേ. നമ്മൾ ആത്മാവ് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ ചിന്തകൾ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഉദാരശാന്തര നമ്മുടെ ജീവനും സമാധാനവും ഉണ്ടാവും. ഹല്ലേലൂയ. നമ്മൾ ഫ്ലഷ് പറയണ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ ഹല്ലേലൂയ റികാലബസ്യാന്തര ഫ്ലഷ് പറയണ അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. വി ആർ മൂവിങ് അവേ ഫ്രം ഗോഡ്സ് പ്രസൻസ്. കർത്താവിൻ്റെ ആ ഗ്ലോറി തലത്തിൽ നിന്ന് നമ്മൾ നീങ്ങിപ്പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഫ്ലഷിനെ സന്തോഷിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും ഫ്ലഷിൽ നിന്ന് വരുന്ന തോട്ട്സ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ റികാലബശന്തര. പക്ഷേ നമ്മൾ ഫ്ലഷിനെ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ആത്മാവിനാൽ അതിനെ ഫ്ലഷിനെ നമ്മൾ സബ്ഡ്യൂ ചെയ്താൽ, ആത്മാവിനാൽ നമുക്ക് എന്ത് പ്രതികൂലവും പ്രയാസം വന്നാലും നമുക്കതിനെ ഓവർകം ചെയ്യാൻ ആത്മാവ് നമ്മളെ സഹായിക്കും. നമ്മൾ എപ്പോഴും ഒരു എന്താ പറയുക ഗ്ലോറി വെള്ളത്തിലാണെങ്കിൽ, ആത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഹല്ലേലൂയ. ക്രിസ്തു അങ്ങനെയായിരുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. ആത്മാവിനാലാണ് അവസാനം വരെയും ആ ക്രിസ്തുവിൻ്റെ അനുസരണത്തോളം ആയിരുന്നു. ഹല്ലേലൂയ. ആത്മാവ് എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ജീവൻ ലഭിക്കുന്നത്. ഉദാരക സന്തര റീബലവ ശന്തരെ എറ്റേണൽ ലൈഫ് ലഭിക്കുന്നത്. ഉദാല ശീകാലബാസ്യാന്തര. നമ്മൾ വീണ്ടും പഴയ ജീവിതമാണ്. ഫ്ലഷ് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കണേൽ നമ്മുടെ ഓൾ ലൈഫ് തന്നെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു 10 മിനിറ്റ് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ അതുവരെ ചിന്തിച്ച തോട്ട്സ് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എന്താണ് ചെയ്തത്. നമ്മൾ ഏത് ഫ്ലഷിൽ നിന്ന് വരുന്ന തോട്ട്സിനാണോ ഇമ്പോർട്ടൻസ് കൊടുത്തത്, സ്പിരിറ്റിൽ നിന്ന് വരുന്ന തോട്ട്സിനാണോ ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് നമുക്ക് നമ്മളെ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഇട്ട് ചെക്ക് ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ ഒരു ദേവദാസനോടോ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ബട്ട് എന്താണ് നമ്മൾ വചനം അനുസരിച്ച് വചനത്തിന് കീഴ്പ്പെടുവാണെങ്കിൽ മാത്രമേ ആത്മാവിന് നമ്മളോട് ഇടപെടാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു വ്യക്തി ദൈവവചനം വായിക്കാതെ അന്യഭാഷയെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാതെ ഹല്ലേലൂയ ദൈവത്തോടൊരു ക്ലോസ് ഇന്റിമസി ഇല്ലാത്ത ഒരാൾക്ക് ഹല്ലേലൂയ how can he or she walk in spirit? ഉദാല ശന്തര റികാലബസന്തര റികാരസ്യാന്തര. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ, ഞാനും ഒരു ഫാമിലി ഉള്ളതാണ്, നമുക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് ഫാമിലി ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ജോലിക്ക് പോകണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നവരാണ്. നമുക്ക് എപ്പോഴും അപ്പം ചോദിക്കുക എങ്ങനെയാണ് നമുക്ക് എപ്പോഴും ആത്മാവിലാകാൻ പറ്റുന്നത്? യെസ്, ഞാനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എങ്കിൽ നമ്മൾ ഭാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കർത്താവ് അത് ലഘുവാക്കി തരും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക. ഹല്ലേലൂയ. എനിക്ക് വേറെ ആരുടെയും കാര്യം അറിയത്തില്ല. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഭാരമാണ് എന്ന് എനിക്ക് തോന്നിയ വിഷയങ്ങളുടെ നടുവിൽ റീബാല ശന്തര റികാരസ്യാന്തര ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അത് ആ ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ തരും. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും അങ്ങനെ ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ ഫുൾ ടൈം അങ്ങനെ അല്ല, ഞാൻ ഒരിക്കലും അത് പറയത്തില്ല. സത്യം പറയാനാണ് എനിക്കിഷ്ടം. എപ്പോഴും അങ്ങനെ ആവാൻ പറ്റണില്ല. പക്ഷേ വി ഹാവ് ടു, നമ്മൾ അങ്ങനെ ആകണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. റികാലബീസ്യാന്തര റീബശന്തരേ. ഗലേഷ്യൻസ് 6:6 നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ഗലേഷ്യൻസ് 6:6 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയേക്കണേ? വചനം പഠിക്കുന്ന അതല്ലോ റീബാരസ്യാന്തര റികാലബീഷികാലബസ്യാന്തര റീബരസ്യാന്തര ഉറിദിബിഖോറസ്യാന്തര 8 തോന്നുന്നു. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഹല്ലേലൂയ. നമ്മൾ വിതച്ചത്, വാട്ട് വി സോഡ് ഇൻ ഫ്ലഷ്
shall reap എന്താണ് corruption. അതിന്റെ KJV വേർഷൻ ഇങ്ങനെ പറയുന്നത്, that flesh will reap corruption. ബട്ട് നമ്മൾ സ്പിരിറ്റിലാണ് നമ്മൾ സോ ചെയ്യുന്നതെങ്കിൽ we will reap life everlasting. everlasting life നമ്മൾ reap ചെയ്യും. ഹാലബശന്തര റിക്കോ റസ്യാന്തര ഹാലബശന്തരേ റിക്കോ റസ്യാന്തര. സോ എപ്പോഴും നമ്മൾ ഓർക്കണം, ശത്രു നമ്മുടെ തോട്ട്സിലൂടെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ തോട്ട്സ് എത്രത്തോളം ലോകപരമാണ്, ഫ്ലഷ്ലി ആണ്, അത്രത്തോളം അറ്റാക്സ് നമുക്ക് ഉണ്ടാവും. എത്രത്തോളം വചനം ധ്യാനിക്കുന്നു, എത്രത്തോളം വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നു, എത്രത്തോളം സമയം വചനം കേൾക്കാൻ നമ്മൾ സമയം കൊടുക്കുന്നു. That means കർത്താവുമായിട്ടുള്ള ടൈം, how much time you spend with God, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹല്ലേലൂയ നമുക്ക് വരുന്ന അറ്റാക്സ്. ഹല്ലേലൂയ. റീകാലബീസ്യാന്തര. നമുക്കറിയാം യേശു കർത്താവിന്റെ അടുക്കെ സാത്താൻ എന്തൊക്കെ പറഞ്ഞിട്ട് വന്നു, എന്തൊക്കെ ടെംപ്റ്റേഷൻസ് കൊണ്ടുവന്നു. കർത്താവ് അതെങ്ങനെയാ ജയിച്ചത്? വചനം കൊണ്ടാ ജയിച്ചത്. ഉദാലശാന്തര. He was walking full time 100% in spirit. പരിശുദ്ധാത്മാവിനാലായിരുന്നു യേശു കർത്താവ് നയിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. റീകാലബീസ്യാന്തര ഓ റീബാസ്യാന്തര. നമ്മൾ ആത്മാവിൽ നടക്കുവാണെങ്കിൽ, ഇൻ ക്രൈസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്നും ജയാളികളായിരിക്കും. നമുക്ക് ഒരു വചനം വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുവാണെങ്കിൽ, Hebrews 6 റീബാസ്യാന്തര 6:4-6 നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയേക്കണേ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകെക്കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. റീബാരാസ്യാന്തര. നമ്മളെല്ലാവരും പ്രകാശം ലഭിച്ചവരാണ്. ഉദാലക ശന്തരേ റിക്കോ റസ്യാന്തര. ആ സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. ഉദാരക സന്തരെ. ഇതെല്ലാം നമ്മൾ പ്രാപിച്ചിട്ട് നമ്മൾ വീണ്ടും ആ ഡാർക്ക്നെസ്സിലേക്ക് നമ്മൾ പോയാൽ റീബാസ്യാന്തര പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. ഉദാലക ശന്തരെ റിക്കോ റസ്യാന്തര. നമ്മളെ വിളിച്ച് നമ്മളെ ആക്കിയ പ്രകാശത്തിൽ നമ്മൾ ആയിരിക്കാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Hallelujah. When Christ came into our life, his life, ആ ഒരു അതാണ് പറഞ്ഞ, ഉപ്പിനെ കാരമില്ലാതെ പോയാൽ എന്തുള്ളൂ അല്ലേ? ഉപ്പിന് ഉപ്പിൻ്റെതായ രുചി ഇല്ലെങ്കിൽ ഉപ്പിനെ എന്താ ചവിട്ടിക്കളെ, അങ്ങനെ ആ പുതിയ നിയമത്തിൽ പറയണേ. അലബശന്തര സിഖാലബസ്യാന്തര. നമ്മളെല്ലാം കർത്താവിന്റെ രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആളിൽ ഏത് സമയവും കർത്താവിന് വേണ്ടി ജ്വലിക്കേണ്ട തീപന്തങ്ങളാണ്. ഹല്ലേലൂയ. എഫേഷ്യൻസ് 5:18 നമ്മൾ വായിക്കുവാണെങ്കിൽ ഹല്ലേലൂയ. റീബാരാസ്യാന്തര റീബോറോഷ്യാന്തേ റീഖാരാസ്യാന്തര. എഫേഷ്യൻസ് 5:18 പറയുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. നമ്മുടെ ജീവിതത്തിലെ ഏത് സിറ്റുവേഷൻസിലും നമ്മളെ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും വേണം. നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് വേണം. ഹല്ലേലൂയ. അതുപോലെ ആത്മാവിൽ എപ്പോഴും നിറഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥ അത് നമുക്കുണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഇത് ദുഷ്കാലമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. നമ്മൾ ആത്മാവിൽ അല്ല നടക്കുന്നതെങ്കിൽ നമുക്ക് പല ടെംപ്റ്റേഷൻസിലും ശത്രു ഒരുക്കുന്ന പല കിണികളിലും നമ്മൾ വീണു പോകാൻ ചാൻസ് ഉണ്ട്. ദൈവമക്കളെ ഹല്ലേലൂയ. എന്നെ ഉൾപ്പെട്ട ഞാൻ ഈ പറയണേ. റോമാലേഖനം 5:20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഫ്ലഷിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമ്മുടെ സ്പിരിറ്റിന് ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ.
അതുകൊണ്ട് സ്പിരിറ്റിനെ നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം, കർത്താവിന്റെ വചനത്താലും ആത്മാവിലുള്ള പ്രാർത്ഥനയാലും. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഉദാലക ശന്തര റിക്കോ റസ്യാന്തരാലവ ശന്തരേ റിക്കോ റസ്യാന്തര റിബരവ ശന്തരേ നമ്മളൊക്കെ എല്ലാ നമുക്കെതിരെ വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും നമുക്ക് ജയിക്കാൻ കഴിയും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ റിഖാലാബാസ്യാന്തര റിബാരോസ്യാന്തരേ റിക്കോ റസ്യാന്തര എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുന്നു, ഊടാരാശാന്തര ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളെ നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എപ്പോഴും നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. വചനത്തിൽ നമ്മൾ ശക്തിപ്പെട്ടാൽ മാത്രമേ അവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഉടാലാബ സീഖാലാബ. ഒരു വ്യക്തി ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്, പക്ഷെ വചന വായനയില്ല, വചന മെഡിറ്റേഷൻ ഇല്ല എങ്കിൽ പരിശുദ്ധാത്മാവിന് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ദൈവമക്കളെ, വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പോകേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള് ഹല്ലേലൂയ ആത്മാവിനാൽ ജഡത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് രാത്രി സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബിഗിനിങ്ങിൽ പറഞ്ഞതുപോലെ നമ്മള് കർത്താവിന്റെ അൽത്താറിൽ ഒരു ഒരു ഫയർ കത്തിച്ച നമ്മൾ സ്തുതിച്ചും ആരാധിച്ചും ആത്മാവിൽ പാടിയും ഒക്കെയാണല്ലോ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ആ വർഷിപ്പ് ഒരു റിയൽ വർഷിപ്പ് ആവട്ടെ. ഇറ്റ് ഷുഡ് കം ഫ്രം എ ബ്രോക്കൺ ഹാർട്ട്, ഇറ്റ് ഷുഡ് കം ഫ്രം എ സിൻസിയർ ഹാർട്ട്, ഇറ്റ് ഷുഡ് കം ഫ്രം എ പ്യുവർ ഹാർട്ട്. ഹല്ലേലൂയ. അന്യാഗ്നി ഒരിക്കലും നമ്മൾ കത്തിക്കുവാൻ ഇടവരരുത്. നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല. ഹല്ലേലൂയ. എത്ര ഒരു 5 മിനിറ്റാണ് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും ബട്ട് ഇറ്റ് ഷുഡ് കം ഫ്രം എ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് കർത്താവിനോടുള്ള സ്നേഹം, എല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നായിരിക്കണം ആ പ്രാർത്ഥന വരേണ്ടത്. നമ്മുടെ ട്രഡീഷണൽ പ്രാർത്ഥനകളൊക്കെ നിർത്തിവെച്ചിട്ട് കർത്താവിനോടുള്ള ആ അഭേദ്യ ബന്ധം, ആ ക്ലോസ് ഇൻറ്റിമസി നിന്നായിരിക്കണം നമ്മുടെ ഓരോ പ്രൈസസും ഓരോ വർഷിപ്പും നമ്മുടെ ആരാധനകളും എല്ലാം അപ്രകാരമായി തീരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാം ഹല്ലേലൂയ. യാഗപീഠങ്ങളിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് യാഗപീഠമുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് നമ്മൾ യാഗപീഠമുണ്ട്. നമ്മൾ ഓരോ തവണയും ഓരോ പ്രാവശ്യവും നമ്മൾ വിറകുകൾ ഇട്ടുകൊണ്ടേയിരിക്കുക. പക്ഷെ ആ വിറകുകൾ നമ്മൾ പെറുക്കി ആ അൽത്താറിൽ വെക്കുമ്പോൾ, ആ യാഗപീഠത്തിൽ വെക്കുമ്പോൾ ഹല്ലേലൂയ, it should have എന്താ പറയാ fragrance, hallelujah, that will please God. അങ്ങനെ ആയിരിക്കണം ആ യാഗം. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവ് നമ്മളിൽ പ്രസാദിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയമില്ല. റോമാലേഖനം 12:1-2 ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ സുഗ്രാവിയാഗമായി നമ്മളെ തന്നെ, നമ്മുടെ അവയവങ്ങൾ നീതിയുടെ ഭക്ഷണങ്ങളാൽ ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജോ പാസ്റ്റർ ഹല്ലേലൂയ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ നമ്മളോട് ശുശ്രൂഷിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബദേൽ ചർച്ചിലെ വലിയൊരു ശുശ്രൂഷകനാണ്. കർത്താവിന്റെ ദാസനെ ശക്തമായി ബാംഗ്ലൂരിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന. ഇതിനു മുന്നേയും പലതവണ നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ ദാസന് ഒരു അത്ഭുത സാക്ഷിയൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മളോട് ഷെയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ലൈവായിട്ട് എത്രയോ കോടി ജനങ്ങൾ കണ്ട ഒരു സാക്ഷിയാണ്. അത് ചിലപ്പോൾ പാസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഒരുപാട് അത്ഭുതങ്ങൾ പാസ്റ്റർ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. ഇന്ന് രാത്രി ഓവർ ടു ജോ പാസ്റ്റർ. പാസ്റ്റർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. എൻ്റെ വോയിസ് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. എല്ലാവർക്കും
വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് പറയുന്നു. എല്ലാവരും